നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് AK ആന്റണി. കോൺഗ്രസിനെ വിജയിപ്പിച്ച് BJPയെ താഴെ ഇറക്കാനാവില്ലെന്ന കോടിയേരിയുടെ പ്രസ്താവന BJPക്ക് ഗുണം ചെയ്യുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോടിയേരിയുടേത് ആപത്കരമായ പ്രസ്താവനയെന്നും CPIMന് കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ സാധിക്കുന്നില്ലെന്നും മുല്ലപ്പള്ളി. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 110 കിലോഗ്രാം കഞ്ചാവ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. തിങ്കളാഴ്ചത്തെ സ്വർണ്ണനിരക്ക് ഗ്രാമിന് 3110 രൂപയും പവന് 24,880 രൂപയും. വരും ദിവസങ്ങളിലും വില വർധനവ് തുടർന്നേക്കും. ബാലഗോകുലം കാസർഗോഡ് താലൂക്ക് സമിതി ഗോകുലോത്സവം സംഘടിപ്പിച്ചു. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുരേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാസർഗോട്ട് നടന്നു. ജുഡീഷ്യറിക്ക് അപജയം ഉണ്ടോയെന്ന് പരിശോധിക്കണമെന്ന് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനൻ. പെരുമ്പാമ്പിനെ ഉപദ്രവിച്ച സംഭവത്തിൽ വനം വകുപ്പ് താൽക്കാലിക ജീവനക്കാരനെതിരെ കേസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഉദുമ സ്വദേശിയായ മുഹമ്മദിനെതിരെയാണ് നടപടി. വിശദമായ വാർത്തകളിലേക്ക്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. തളിപ്പറമ്പിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായുള്ള ജനവിധി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്ത AK ആന്റണി പറഞ്ഞു. പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് നായന്മാർ മൂലയിൽ AK ആന്റണി മുല്ലപ്പള്ളി രാമചന്ദ്രന് പതാക കൈമാറി യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുമ്പളയിലായിരുന്നു ആദ്യ സ്വീകരണം. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെയും സംഘടനാ സംവിധാനത്തെയും സജ്ജമാക്കുക എന്നതും ജാഥയിലൂടെ ലക്ഷ്യമിടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ യാത്രയിൽ വിമർശിക്കുന്നുണ്ട്. ഇന്ത്യ കണ്ട രണ്ടാമത്തെ കുരുക്ഷേത്ര യുദ്ധമാണ് നടക്കാൻ പോകുന്നതെന്ന് AK ആന്റണി പറഞ്ഞു. മോദിയുടെ നേതൃത്വത്തിലുള്ള കൗരവ പടയാണ് രാഹുൽ ഗാന്ധിയുടെ എതിരാളികൾ. ദേശീയ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ മോദിയുടെ ഭരണം അവസാനിക്കണം. ഇതിനൊപ്പം ജാതീയമായി മലയാളികളെ വിഭജിച്ച പിണറായി സർക്കാരിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കണം തെരഞ്ഞെടുപ്പെന്നും AK ആന്റണി കൂട്ടിച്ചേർത്തു. RSS നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനെ താഴെ ഇറക്കണം, അന്ത്യം കുറിക്കണം, മറ്റു മാർഗമില്ല. അതിൻ്റെ കൂടെ കേരളത്തിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം കൊയ്യാൻ ശ്രമിച്ച പിണറായി ഗവൺമെൻറ്റിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അവർക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കണം. ഈ 2 ലക്ഷ്യമാണ് കേരളത്തിലെ UDFൻ്റെയും ജനാധിപത്യ കക്ഷികളുടെ മുമ്പിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പിണറായിക്കും മോദിക്കും ഒരേ ലക്ഷ്യമാണ്. CPMന് വോട്ട് ചെയ്താൽ അത് BJPക്കാണ് ഗുണം ചെയ്യുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. എല്ലാ സേവനങ്ങളും സൗജന്യമാക്കിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ഇന്ന് എല്ലാ സേവനങ്ങൾക്കും 5% നികുതി കൊടുത്ത കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, K സുധാകരൻ, കർണാടക മന്ത്രിമാരായ DK ശിവകുമാർ, UT ഖാദർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ചട്ടഞ്ചാൽ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. യാത്ര ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. ഫെബ്രുവരി 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. കോൺഗ്രസിനെ വിജയിപ്പിച്ച് BJPയെ താഴെയിറക്കാനാവില്ലെന്ന കോടിയേരിയുടെ പ്രസ്താവന BJPക്ക് ഗുണം ചെയ്യുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോടിയേരിയുടേത് ആപത്കരമായ പ്രസ്താവനയാണെന്നും CPIMന് കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ സാധിക്കുന്നില്ലെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. മമതാ ബാനർജിക്ക് CPIM ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മുല്ലപ്പള്ളി കാസർഗോഡ് ചോദിച്ചു. കോൺഗ്രസിനെ വിജയിപ്പിച്ച് BJPയെ താഴെ ഇറക്കാനാവില്ലെന്ന കോടിയേരിയുടെ പ്രസ്താവനയോട് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാലും കേന്ദ്രത്തിൽ അവർ ഭരിക്കില്ല എന്ന് പറഞ്ഞാൽ BJPയുടെ ഭരണം ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സ്വാഗതം ചെയ്യുന്ന ഒരു മനസ്സാണ്
ചിന്തിക്കുന്ന ആളുകൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് അത്യന്തം ആപൽക്കരമായ, ഇത് ഫാസിസത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ ഇത് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. BJPയെ സഹായിക്കാനല്ലാതെ ഈ പ്രസ്താവന എന്തിനു വേണ്ടി ഉപകരിക്കുന്ന കാര്യം അദ്ദേഹവും CPMന്റെ സംസ്ഥാന കമ്മിറ്റിയും വ്യക്തമാക്കണം. മമതാ ബാനർജിക്ക് CPIM ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മുല്ലപ്പള്ളി ചോദിച്ചു. CBA രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ പരമായി നിർമ്മിക്കപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തകർക്കുന്ന ഈ ഗവൺമെൻറ് വീണ്ടും CBI പോലുള്ള സ്ഥാപനങ്ങളെ തകർക്കുന്നുവെന്ന് മാത്രമേ പൊതുസമൂഹത്തിന് വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. CPMന്റെ കേരള ഘടകത്തോട് ഞങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മമതാ ബാനർജി ഫാസിസത്തിനായിട്ട് സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ CPMന്റെ നിലപാട് എന്താണ്? ആ നിലപാട് അവർ വിശദീകരിക്കണമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എൻഡോസൾഫാൻ സമവായത്തിലെ വ്യവസ്ഥ എന്താണെന്ന് പറയാൻ സർക്കാരിന് ആയിട്ടില്ല. ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ എന്താണ് മാനദണ്ഡമാക്കുക എന്ന് അറിയണമെന്നും മുല്ലപ്പള്ളി ചോദിച്ചു. ദുരന്തബാധിതർക്കും ആശ്രിതർക്കും നഷ്ടപരിഹാരം, അതിന് വ്യക്തമായ മാനദണ്ഡം വേണമെന്നാണ് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാനുള്ള ചുമതലയും സർക്കാർ ഏറ്റെടുക്കണമെന്ന രൂപത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഈ ദുരന്തബാധിതർക്ക് ആശ്രിതർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് മാനദണ്ഡമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നതെന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ്റും വിശദീകരിക്കേണ്ടതായിട്ട്. ശബരിമല വിധി നടപ്പാക്കാൻ കാണിച്ച ശുഷ്കാന്തി എൻഡോസൾഫാൻ വിഷയത്തിൽ ഉണ്ടായില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഒരു കാലത്തും കോടതികളോട് ബഹുമാനമില്ലാത്ത മുഖ്യമന്ത്രി ശബരിമലയുടെ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തി, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ശുഷ്കാന്തി ഇതുവരെ ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്നും കോൺഗ്രസ് കുറ്റ ആരോപ രൂപത്തിൽ തന്നെ ഈ സർക്കാരിന് മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനമഹായാത്രയുടെ 2ാം ദിന പര്യടനത്തിനിടെ കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 110 കിലോഗ്രാം കഞ്ചാവാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കഞ്ചാവ് ചിറ്റാരിക്കൽ പൂങ്ങോട് വെച്ചാണ് പോലീസ് സംഘം പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കാറിന്റെ പിറകിലെ ഡിക്കിയിൽ കിലോ കണക്കാക്കി ചെറിയ നിരവധി പൊതികളുണ്ടാക്കി അടുക്കി വെച്ച നിലയിലായിരുന്നു കഞ്ചാവ്. കർണാടകയിൽ നിന്നാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്നാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നുങ്കൈ സ്വദേശിയായ നൌഫലിനെ പിടികൂടിയിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന സോണി എന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. നൌഫലിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പിടികൂടിയ കഞ്ചാവിന് മൊത്ത വ്യാപാര വിപണിയിൽ 30 ലക്ഷത്തോളം രൂപ വിലമതിക്കുമെന്നും ഇത് പൊതുവിപണിയിലെത്തുമ്പോൾ 1 കോടി രൂപ കടക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ പറഞ്ഞു. രക്ഷപ്പെട്ട പ്രതിക്കായി ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നതെന്നും ലഹരി കടത്തിനെതിരെ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി കഞ്ചാവ് വേട്ടയുടെ വിശദാംശങ്ങൾ വിവരിക്കുവാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പരിശോധിച്ച സമയത്ത് ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതി നൌഫലിനെ അറസ്റ്റ് ചെയ്യുകയും വണ്ടി പരിശോധിച്ച സമയത്ത് വണ്ടിയിൽ 112 കിലോ ഗാഞ്ച ഉള്ളതായിട്ടും വിളവായി. മാർക്കറ്റ് വാല്യൂ സാധാരണത്തിൽ 2 കിലോക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രകാരം 1 കിലോക്ക് 25,000 വെച്ചിട്ടാണ് മാർക്കറ്റ് വാല്യൂ, ഹോൾസെയിൽ വാല്യൂ. സോ ഹോൾസെയിൽ വാല്യൂ തന്നെ ഒരു 28 നിന്ന് 30 ലക്ഷം വരെ ഹോൾസെയിൽ വാല്യൂ തന്നെ ആവും. അത് ഗ്രൗണ്ട് ലെവലത്തിൽ എത്തുമ്പോഴത്തേക്ക് 1 കോടിയുടെ വില വരും, 3 ഇരട്ടിയായിട്ട് കൂടും. സംസ്ഥാനത്ത് തന്നെ ഇത്ര വലിയ കഞ്ചാവ് വേട്ട നടക്കുന്നത് ആദ്യമായാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. മലയോരത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അടുത്തിടെ കഞ്ചാവ് വിൽപ്പന വ്യാപകമായിരുന്നുവെന്ന റിപ്പോർട്ടുകളെ സാധൂകരിക്കുന്നതാണ് ചിറ്റാരിക്കലിൽ നിന്നുള്ള കഞ്ചാവ് വേട്ട. ന്യൂസ് ഡെസ്ക് KCN. ബാലഗോകുലം കാസർഗോഡ് താലൂക്ക് സമിതി ഗോകുലോത്സവം സംഘടിപ്പിച്ചു. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുരേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. പാറക്കട്ട മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗോകുലോത്സവത്തിന്റെ ഭാഗമായി ശോഭയാത്രയും സംഘടിപ്പിച്ചു. പഞ്ചുർളി കല്ലുർട്ടി തറവാട് വീട്ടിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഓം നമോ
തുടർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ KSEB കാസർഗോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുരേന്ദ്ര ഗോകുലോത്സവം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലോത്സവത്തിന് ബാലഗോകുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപുരാതനമായ ഭാരതീയ സംസ്കൃതി, വൈവിധ്യമാർന്ന ഭാരതീയ സംസ്കൃതി നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ വളർത്തിയെടുക്കാനും അവരെ ഈ സമൂഹത്തിൽ നല്ലവരായി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് നമ്മളുടെ ബാലഗോകുലം പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ശ്രീ മുത്തപ്പൻ സേവാ സമിതി പ്രസിഡന്റ് രഘുവീർ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ഗണപതി ഹെഗ്ഡെ പ്രഭാഷണം നടത്തി. തുടർന്ന് ബാലഗോകുലം കുട്ടികളുടെ കായിക ബൗദ്ധിക പ്രതിഭാ പ്രദർശനം നടന്നു. ബാലഗോകുലം കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത വൈവിധ്യങ്ങളും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. കേരളത്തിലെ തിങ്കളാഴ്ചത്തെ സ്വർണ്ണ നിരക്ക് ഗ്രാമിന് 3110 രൂപയും പവന് 24,880 രൂപയുമാണ്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. വിവാഹ ആവശ്യകത വർദ്ധിച്ചതും രൂപയുടെ മൂല്യത്തകർച്ചയും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനവുമാണ് സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയരുവാൻ ഇടയാക്കിയതെന്ന് ഈ മേഖലയിലെ വിദഗ്ധനും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും കാസർഗോഡ് സിറ്റി ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാനുമായ അബ്ദുൽ കരീം പറഞ്ഞു. സ്വർണ്ണവില പെട്ടെന്ന് കൂടാനുള്ള കാരണം പലിശ നിരക്ക് മാറ്റം വരുത്തേണ്ട എന്ന അമേരിക്കൻ സെൻട്രൽ ബാങ്കിൻ്റെ തീരുമാനവും അമേരിക്ക ചൈന വ്യാപാരത്തിലെ നഷ്ടസാധ്യതയും മനസ്സിലാക്കിക്കൊണ്ട്, കൂടാതെ അമേരിക്ക സമ്പദ് വ്യവസ്ഥ തളർച്ചയിലേക്ക് പോകുമെന്ന ഒരു കണക്ക് കൂട്ടലുമാണ്. സുരക്ഷിത നിക്ഷേപം സ്വർണ്ണമാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു കണക്ക് കൂട്ടലുകൾ ഇന്നത്തെ ഈ സ്വർണ്ണ വില കൂടാനുള്ള ഒരു കാരണമായി കണക്കാക്കുന്നു. അതോടൊപ്പം രാജ്യത്തെ സ്വർണ്ണ ഇറക്കുമതിയും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ 1000 ടൺ വരെ ഇറക്കുമതിയുണ്ടായിരുന്ന സ്വർണം ഇപ്പോൾ 750 മുതൽ 800 ടൺ വരെയായി കുറഞ്ഞിട്ടുണ്ട്. 2017-2018 1000-ലധികം ടൺ സ്വർണം ഇറക്കുമതി ചെയ്തപ്പോൾ 2018-2019 വർഷം പൂർത്തിയായിട്ടില്ലെങ്കിലും 700 ചില്ലാനം ടൺ സ്വർണം മാത്രമേ ഇതുവരെ ഇറക്കുമതി ചെയ്തിട്ടുള്ളൂ. പ്രാദേശിക വിപണിയിൽ തങ്കക്കട്ടിയുടെ ലഭ്യതയ്ക്കാണ് ഇതോടെ കുറവ് വന്നത്. ഇതും സ്വർണ്ണവില വർധനവിന് കാരണമായി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിൻ്റെ, അതായത് തങ്കത്തിൻ്റെ വില കഴിഞ്ഞ ആഴ്ച $1320 ഇന്നത് കുറഞ്ഞ് $1313 നിൽക്കുന്നു. എന്നിട്ടും ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിൻ്റെ വില കൂടുകയാണ് ഉണ്ടായത്. അതിനുള്ള കാരണം ഇന്ത്യയുടെ രൂപയുടെ മൂല്യത്തകർച്ചയാണ്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവുണ്ടാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. ജനങ്ങളുടെ ആശങ്ക സ്വർണ്ണവില ഇനിയും കൂടുമോ എന്ന്. പക്ഷേ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഇനിയും വില കൂടാൻ സാധ്യത ഉണ്ട് എന്നാണ് അവരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് KCN. ജുഡീഷ്യറിക്ക് അപജയം ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനൻ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തെ മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കുവാനുള്ള ഭരണഘടനാനുസൃതമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റേതെന്നും പരമോന്നത കോടതി വിധിക്കൊപ്പമാണ് ഹൈക്കോടതിയെന്നും വ്യക്തമാക്കുവാൻ കേരള ഹൈക്കോടതി തയ്യാറായില്ല എന്ന് വ്യക്തമാണ്.
ഭരണഘടനാ അനുച്ഛേദം 141 പ്രകാരം സുപ്രീം കോടതി വിധി രാജ്യത്തെ നിയമമാണെന്നും അത് ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും ഹൈക്കോടതികൾക്കും എല്ലാ കീഴ്ക്കോടതികൾക്കും ബാധ്യതയുണ്ടെന്നും അതുപോലെ എല്ലാ പൗരന്മാർക്കും ഈ ഉത്തരവാദിത്വമുണ്ടെന്നുമുള്ള സന്ദേശം സാധാരണ ജനങ്ങൾക്കായി നൽകുവാൻ ഹൈക്കോടതി തയ്യാറായില്ലെന്നും കാണാം. ഇത് സംസ്ഥാന ജുഡീഷ്യറിയുടെ അപജയമാണോ എന്ന് നിയമം കൈകാര്യം ചെയ്യുന്ന എല്ലാവരും, പ്രത്യേകിച്ച് അഭിഭാഷകർ, പരിശോധിക്കണമെന്നും VK മോഹനൻ പറഞ്ഞു. അതിന് മെമ്പർമാർ എന്ന നിലയ്ക്ക് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ ഇതിനെ പരിശോധിക്കുവാനും വിലയിരുത്തുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. അതാണ് ഈ കാലഘട്ടം നമ്മളെ ആവശ്യപ്പെടുന്ന ദൗത്യം. സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. P. രാഘവൻ രക്തസാക്ഷി പ്രമേയവും, P. വേണുഗോപാലൻ അനുശോചന പ്രമേയവും, PV ജയരാജൻ പ്രവർത്തന റിപ്പോർട്ടും, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. വിജയകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KP സതീഷ് ചന്ദ്രൻ, CS കുഞ്ഞമ്പു, OK കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി A. ഗോപാലൻ നായരെ പ്രസിഡന്റായും, രേണുകാദേവി തങ്കച്ചി, K. കുമാരൻ നായർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, P. വേണുഗോപാലനെ സെക്രട്ടറിയായും, N. സുധീർ, P. രാഘവൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ഏരിയാക്കോട്ടെ ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഫെബ്രുവരി 12 വരെയാണ് ക്ഷേത്ര കളിയാട്ട മഹോത്സവം. ഭക്തിയുടെ ഉത്സവമൊരുക്കിയാണ് ക്ഷേത്രത്തിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. ശ്രീ ഐവർ പരമാത്മ ദൈവസ്ഥാനം കല്ലങ്കടി ഹൊസമനെ സന്നിധിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഭക്ഷണമൊരുക്കുവാനുള്ള വിഭവങ്ങളുമായി നിരവധി വിശ്വാസികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ക്ഷേത്രത്തിൽ ആരംഭിച്ച ഉത്സവം 12-ന് സമാപിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികൾ നടക്കും. ഉത്സവത്തിന് ബ്രഹ്മശ്രീ ശ്രീ വിഷ്ണുപ്രകാശ് കാവുപട്ടേരി കാവുമഠം കാർമ്മികത്വം വഹിക്കും. ന്യൂസ് ഡെസ്ക് KCN. പെരുമ്പാമ്പിനെ ഉപദ്രവിച്ച സംഭവത്തിൽ വനം വകുപ്പ് താൽക്കാലിക ജീവനക്കാരനെതിരെ കേസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഉദുമ സ്വദേശിയായ മുഹമ്മദിനെതിരെയാണ് നടപടി. വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായ മുഹമ്മദ് പെരുമ്പാമ്പിനെ പിടികൂടിയ ശേഷം അതിനെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പെരുമ്പാവൂർ സ്വദേശി നൽകിയ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി മുഹമ്മദിനെതിരെ കേസെടുക്കാൻ വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. നവമാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് കോടതി നടപടി. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് മുഹമ്മദിനെതിരെ ആരോപിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായ കുറ്റങ്ങൾ മുഹമ്മദ് ചെയ്തിട്ടുണ്ടെന്ന് പരാതിക്കാരൻ ആരോപിച്ചെങ്കിലും അത് തെളിയിക്കാനായില്ല. എന്നാൽ കോഴികളെ വിഴുങ്ങിയ പാമ്പിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് മുഹമ്മദ് നടത്തിയതെന്ന റിപ്പോർട്ടാണ് വനം വകുപ്പ് അധികൃതർ കോടതിയിൽ സ്വീകരിച്ചത്. PF പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം കാസർഗോട്ട് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും മിനിമം പെൻഷൻ 2000 രൂപയാക്കണമെന്നും PF പെൻഷനേഴ്സ് അസോസിയേഷൻ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. PF പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർദ്ധക്യകാല പെൻഷൻ, വിധവകളുടെ പെൻഷൻ, അഗതികളുടെ പെൻഷൻ, അംഗവൈകല്യം വന്നവരുടെ പെൻഷൻ, അങ്ങനെയുള്ള നിരവധി പെൻഷനുകൾ കേരളത്തിൽ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ എന്ന നിലയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്. അങ്ങനെയുള്ള പെൻഷൻ പോലും കിട്ടാത്തവരായിട്ട് നിരവധി ആളുകളുണ്ടല്ലോ. 1000 കീഴേ പെൻഷൻ കിട്ടുന്നവരായിട്ട് എത്ര ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയാൽ ഈ പറഞ്ഞ 3000 രൂപയെങ്കിലും പെൻഷനായി കിട്ടണമെന്ന് പറയുന്ന ആവശ്യം നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംഘടന കുറേ കൂടെ വിപുലമാവേണ്ടത്. K. വാസു അധ്യക്ഷത വഹിച്ചു. B. കുഞ്ഞിക്കണ്ണൻ, V. സുരേന്ദ്രൻ, K. ഗോപാലകൃഷ്ണൻ, K. കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN.
അണങ്കൂർ MG കോളനി 8ാം വാർഡിലെ സാക്ഷി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 2ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കബഡി ടൂർണമെന്റിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. കാസർഗോഡ് SIP അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാക്ഷി കുടുംബശ്രീയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കബഡി ടൂർണമെന്റിൽ അത്യന്തം വാശിയേറിയ മത്സരം അണങ്കൂർ MG കോളനിയിലെ MGC ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 28 ടീമുകൾ പങ്കെടുത്തു. മഞ്ചേശ്വരം ഗോവിന്ദപൈ കോളേജിലെ വനിതാ കബഡി ടീമംഗങ്ങൾ അണിനിരന്ന ശാസ്ത കേളുക്കുന്നും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വനിതാ കബഡി ടീമും പ്രദർശന മത്സരത്തിൽ ഏറ്റുമുട്ടി. തുടർന്നാണ് വാശിയേറിയ ഫ്ലഡ് ലൈറ്റ് കബഡി മത്സരം നടന്നത്. മത്സരത്തിൽ വീരാഞ്ജനേയ ബംബ്രാണ ചാമ്പ്യന്മാരായി. രാമാഞ്ജനേയ ബംബ്രാണയാണ് റണ്ണറപ്പ്. അമിഗോസ് അണങ്കൂർ 3ാം സ്ഥാനവും കിങ് ബ്രദേഴ്സ് കൂഡ്ലു 4ാം സ്ഥാനവും കരസ്ഥമാക്കി. ചാമ്പ്യന്മാർക്ക് സാക്ഷി കുടുംബശ്രീ സ്പോൺസർ ചെയ്ത 3002 രൂപയും ട്രോഫിയും നൽകി. അണങ്കൂർ MG കോളനിയിലെ മുതിർന്ന പൗരന്മാർക്ക് ആദരവും നൽകി. അടുത്തതായി ശകുന്തള. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാന മന്ത്രിസഭയുടെ 1000 ദിനാഘോഷം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഉൽപ്പന്ന പ്രദർശന വിപണന മേള വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 1000 ദിനാഘോഷം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാനാണ് തീരുമാനം. ഫെബ്രുവരി 20 മുതൽ 27 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ വിവിധ വികസന പദ്ധതികളുടെ ആരംഭവും പൂർത്തിയാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടക്കും. കൂടാതെ പ്രദർശനമേള, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. ജില്ലാതല ഉദ്ഘാടനം 20-ന് കാസർഗോഡും സമാപന സമ്മേളനം 27-ന് നീലേശ്വരത്തും നടക്കും. പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഉൽപ്പന്ന പ്രദർശന വിപണനമേള വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളും കുടുംബശ്രീ എന്നിവയുടെ ആഭിമുഖ്യത്തിലുമാണ് വിപണനമേള ഒരുക്കുന്നത്. കാഞ്ഞങ്ങാട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. ADM N ദേവിദാസ് പരിപാടികൾ വിശദീകരിച്ചു. സബ് കളക്ടർ അരുൺ K വിജയൻ, K രവികുമാർ, ഫിനാൻസ് ഓഫീസർ K സതീശൻ, കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ സുലൈഖ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ ചെയർമാനുള്ള വിപുലമായ സംഘാടക സമിതിക്കും ജനപ്രതിനിധികൾ അധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ വൈസ് ചെയർമാൻമാരും കൺവീനർമാരുമായി വിവിധ ഉപസമിതികൾക്കും രൂപം നൽകി. നീലേശ്വരം പള്ളിക്കരയിലെ റെയിൽവേ മേൽപ്പാല നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുവരുന്നു. എന്നാൽ സ്ഥലത്തെ ചതുപ്പ് നിലം ജോലിക്ക് വിഘാതം സൃഷ്ടിക്കുന്നു. നിർമ്മാണ ജോലിയെ സാരമായി ബാധിക്കുന്നുവെന്ന് തൊഴിലാളികൾ. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് നീലേശ്വരം പള്ളിക്കരയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുവരികയും ചെയ്യുകയായിരുന്നു. എന്നാൽ അടുത്ത നാളിൽ നിർമ്മാണ പ്രവർത്തനത്തിന് ഇവിടത്തെ ചതുപ്പ് നിലം ഭീഷണിയാകുന്നു. റെയിൽവേ ഗേറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ പ്രവൃത്തി പുരോഗമിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തെ ചതുപ്പ് നിലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിനുപയോഗിക്കുന്ന JCB ഈ ചതുപ്പ് നിലത്തിൽ താഴ്ന്നു എന്നതാണ് പ്രശ്നം. പലതവണയായി ഇത് സംഭവിച്ചുവെന്ന് കരാറുകാരും തൊഴിലാളിയും പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയും ഒരു JCB ചതുപ്പ് നിലത്തിൽ താഴ്ന്നുപോയി. മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് JCBയെ കരകയറ്റിയത്. ഇത്തരം സംഭവങ്ങൾ മേൽപ്പാല നിർമ്മാണത്തെ സാരമായി ബാധിക്കുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് AK ആന്റണി. കോൺഗ്രസിനെ വിജയിപ്പിച്ച് BJPയെ താഴെ ഇറക്കാനാവില്ലെന്ന കോടിയേരിയുടെ പ്രസ്താവന BJPക്ക് ഗുണം ചെയ്യുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോടിയേരിയുടേത് ആപത്കരമായ പ്രസ്താവനയെന്നും CPIMന് കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ സാധിക്കുന്നില്ലെന്നും മുല്ലപ്പള്ളി. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 110 കിലോഗ്രാം കഞ്ചാവ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് പിടികൂടി. ഒരാൾ അറസ്റ്റിൽ.
സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. തിങ്കളാഴ്ചത്തെ സ്വർണ്ണനിരക്ക് ഗ്രാമിന് 3110 രൂപയും പവന് 24,880 രൂപയും. വരും ദിവസങ്ങളിലും വില വർധനവ് തുടർന്നേക്കും. ബാലഗോകുലം കാസർഗോഡ് താലൂക്ക് സമിതി ഗോകുലോത്സവം സംഘടിപ്പിച്ചു. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുരേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാസർഗോട്ട് നടന്നു. ജുഡീഷ്യറിക്ക് അപജയം ഉണ്ടോയെന്ന് പരിശോധിക്കണമെന്ന് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനൻ. പെരുമ്പാമ്പിനെ ഉപദ്രവിച്ച സംഭവത്തിൽ വനം വകുപ്പ് താൽക്കാലിക ജീവനക്കാരനെതിരെ കേസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഉദുമ സ്വദേശിയായ മുഹമ്മദിനെതിരെയാണ് നടപടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.